ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കേട്ടോ. ഒരാഴ്ച വരെ കേടുകൂടാതെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കൊച്ചുള്ളി വെച്ചിട്ടാണ്. കൊച്ചുള്ളി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ കൊച്ചുള്ളിയൊക്കെ കുറേ നന്നായിട്ടൊന്ന് പൊളിച്ച് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് പകരം സവാള ചേർത്ത് ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും നല്ലത് കൊച്ചുള്ളി തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് വറുത്ത് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങായും പിന്നെ കുറച്ച് ഒരു 4-5 ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിന് പിഴിപുളി ഞാനൊന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് നിങ്ങൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ ഉണ്ടല്ലോ, വിളഞ്ഞ തേങ്ങ ഉണ്ടല്ലോ, അതെടുക്കണം. എളുപ്പ തേങ്ങ എടുക്കല്ലേ. അങ്ങനെ നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊച്ചുള്ളിയും കറിവേപ്പിലയും മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. തീ ഒരുപാട് അങ്ങ് കൂട്ടി കൊടുക്കാതെ മീഡിയത്തിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. നല്ലതുപോലെ ചുമന്ന് വരട്ടെ കേട്ടോ, അതുവരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനിയാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഒരു 3-4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരല്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ വറുക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്താലും മതിയേ. ഇപ്പോൾ നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം, അതിനായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴേ ചിലപ്പോൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്, തീയും കൂടെ ഉള്ളപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, 1 മിനിറ്റ് മാത്രം മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് 2-3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കറി ചട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇപ്പോൾ ചട്ടി ഉണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ തയ്യാറാക്കുക. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉള്ളി ഞാൻ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ നടുക്കൂടി ഒന്ന് കീറിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ വെന്ത് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ വേണമെങ്കിൽ ഇടാം, മുഴുവനായിട്ട് ഇടത്തില്ലേ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കീറിയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തപ്പോൾ അരയ്ക്കാനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു പുളി നന്നായിട്ടൊന്ന് ഞെരടി അതിൻ്റെ ചാറ് ഒഴിച്ച് കൊടുത്തു. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ ചൂടുവെള്ളത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ചെറിയ ചൂടോട് കൂടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്ക് വെള്ളമില്ലാതെ ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം തന്നെ അരപ്പിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കണ്ടു ഒട്ടും വെള്ളം ചേർക്കാതാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഈ ഒരു കറി ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കുമെന്ന് പറഞ്ഞത്. പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വളിച്ചും പോവും, പിന്നെ കറിയുടെ ടേസ്റ്റും അങ്ങ് മാറിപ്പോവും. ഇനിയും ഇത് നല്ലതുപോലെ എണ്ണ തെളിയുന്നത് വരെ
തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഉള്ളിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ചുള്ളി മാത്രമേ ചേർത്ത് കൊടുത്ത് നമ്മൾ കറി തയ്യാറാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ചട്ടിക്കകത്ത് നോക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചാറ് ഒരല്പം കുറുകിയാണ് ഇരിക്കുന്നത്. നമ്മൾക്കിത് തൊടുകറി പോലെയാണ് കൂട്ടാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ചാറൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു പാകത്തിന് മതി. പിന്നെ ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി അങ്ങ് കുറുകി വരുന്നതാണ്. ഈ ഒരു കറി വളിച്ചു പോകത്തില്ല പെട്ടെന്ന്. കാര്യം നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പുറത്ത് വെക്കുകയാണെങ്കിൽ 2 ദിവസം വരെ കേടാകാതെ ഇരിക്കും. പിന്നെ രാവിലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി നല്ലതുപോലെ ഇരിക്കും. അതല്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 1 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും, കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് എരിവൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഈ ഒരു കറിയിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്